നമുക്ക് കണ്ട് നമുക്ക് വിശ്വസിക്കാം. കാണാതെ വിശ്വസിക്കുന്ന അതാണ് അന്ധവിശ്വാസം. അയ്യോ, കാണാതെ വിശ്വസിക്കുന്നതല്ല അന്ധവിശ്വാസം. വിശ്വസിക്കുന്നത് കാണാതെ വിശ്വസിക്കുന്നു. കാണാതെ വിശ്വസിക്കുന്നതിനാണ് നമ്മളുടെ അറിവില് 50% വിശ്വസിക്കുന്നു. കാണാതെ വിശ്വസിക്കുന്നതാണ് അതിൻ്റെ ശക്തി. അല്ല, നമ്മളുടെ അറിവിൽ 50% കേട്ടറിവാണ്. കാണാതെയാണ്, നമ്മൾ കേട്ടറിയുന്നതാണ്. നമ്മുടെ അമ്മമാരാണ് ആ കേട്ടറിവിൻ്റെ കാരണം. അമ്മമാർ പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഇപ്പോൾ വരെ എത്തിച്ചേക്കുന്നത്. അതിൻ്റെ 50% അറിവും അമ്മമാർ തന്നേക്കുന്ന അല്ലെങ്കിൽ അച്ഛന്മാർ തന്നേക്കുന്ന കേട്ടറിവാണ്. കണ്ടറിയുന്നത് അതിൻ്റെ പകുതിയുള്ളൂ. 50%-ൻ്റെ പകുതിയുള്ളൂ കണ്ടറിയുന്നത്. അപ്പോൾ 75% അറിവായിരുന്നു. പിന്നെ നമുക്ക് അറിയുന്ന ഗുണമെന്നോ അമ്മ അനുഭവിച്ചറിയുന്ന ഗുണമാണ്. കാഴ്ചയില്ലാത്ത അന്ധവിശ്വാസം. അതെന്താണെന്നറിയോ? നമ്മൾ കാണുമ്പോൾ നമ്മൾ കണ്ട് വിശ്വസിക്കണം. അന്ധനെന്ന് പറയുമ്പോൾ കാണാതെ വിശ്വസിക്കണം. കാണാതെ വിശ്വസിക്കണം എന്ന് പറയുന്നത് കാണണ്ട. ബ്രെയിൻ കാണാതിരിക്കുമ്പോൾ നമ്മളുടെ അറിവിൻ്റെ 25% കുറഞ്ഞിരിക്കും. ഒരാൾ കണ്ണ് കാണാത്ത ഒരാളിരിക്കുക, ചെവി കേൾക്കാത്ത ഒരാളിരിക്കുക, മൂകനായിട്ടുള്ള ഒരാളിരിക്കുക, അതിലാർക്കായിരിക്കും അറിവ് കൂടുതൽ? ഒരാൾക്ക് കണ്ണ് കാണാൻ പാടില്ല, ഒരാൾക്ക് ചെവി കേൾക്കാൻ പാടില്ല, ഒരാൾക്ക് മിണ്ടാൻ പാടില്ല. ആർക്കായിരിക്കും അറിവ് കൂടുതൽ? നമ്മൾ ചെവി കേൾക്കാൻ പാടില്ലാത്ത ആൾക്ക് അറിവ് കുറവായിരിക്കും. കേട്ടറിവ് ഉണ്ടാവില്ല. ഇവിടെ കൂടുതലുള്ള ആള് അന്ധനായിരിക്കും, അറിവ് കൂടുതലുണ്ടാവുക. അയാൾ അവിടെ ആ 5 അയലക്കത്ത് കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, അത് ബാബു അല്ലേടാ എന്ന് ചോദിച്ചിട്ടില്ലേ? എങ്ങനെയാ അറിയണേ? 100 പേര് നിൽക്കുമ്പോഴും അവർ ചോദിക്കും, എന്ത് ചോദിക്കും? ബാബു അല്ലേ പോയത്? അല്ലെന്ന് പറഞ്ഞാലും സമ്മതിക്കുമോ? വിടുവരും. രക്ഷപ്പെടും. അവരെടുക്കും. നുണ പറഞ്ഞാൽ പോലും അവർ കൃത്യമായിട്ട് പിടിച്ചിടും. മനസ്സിലായോ? അപ്പം ഇത് അദ്ദേഹം പറഞ്ഞില്ലേ, അന്ധനാണ് അറിവ് കൂടുതലുണ്ടാവുക. അപ്പം എങ്ങനെയാണ് പറയുക? അന്ധവിശ്വാസം അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ ആവാഹിച്ചെടുക്കുന്ന ജ്ഞാനത്തെ കൂട്ടിവെച്ചിട്ട് നമ്മളത് ബ്രെയിനിൽ ചിട്ടപ്പെടുത്തി കഴിയുമ്പോൾ തുര്യം എന്ന് പറയുന്ന 4ാമത്തെ അവസ്ഥ കിട്ടും. അതാണ് ജ്ഞാനം. ആ ജ്ഞാനം നിറയുമ്പോഴാണ് ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ജ്ഞാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നത്. ഞാനെന്താണെന്ന് ചോദിക്കുക, എൻ്റെ കണ്ണ്, എൻ്റെ കാല്, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാനെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സിമ്പിളായിട്ടുള്ള ഉത്തരവുണ്ട്. ഇത് 3 കൂടി ചേരുമ്പോൾ മാത്രമാണ് തുര്യം എന്ന് പറയുന്ന 4ാമത്തെ അവസ്ഥ, ഞാൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഞാൻ അഹങ്കാരത്തെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. ആത്മശക്തിയായിരിക്കും നമ്മൾ നയിക്കുന്നത്. അപ്പോൾ പറയും, നല്ല ആത്മചൈതന്യമുള്ള ആളാണ് തപ്പ് പോകുന്നതെന്ന് പറയും. അത് നമുക്ക് ആ അറിവിലായിരിക്കും നമ്മൾ സഞ്ചരിക്കും. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്ത വിശ്വാസം എന്ന് അർത്ഥമില്ല. അകക്കണ്ണിൽ കാണാനുള്ള ശേഷിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത.